അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര കമ്പം തേനിയാണ്. ഇതിവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 തവണ പോയിട്ടുണ്ട്. ഇത്ര കുറേ നാളുകൾ, ഒരു 2-3 വർഷത്തിനുള്ളിൽ. കൊറോണ സമയത്തൊന്നും പോയില്ല കേട്ടോ, പെരക്കകത്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത്ര പെട്ടെന്ന് നമ്മൾ തമിഴ്നാട് വന്നല്ലേ. പെട്ടെന്ന് തന്നെ തമിഴ്നാട് വന്ന് അത് കണ്ടു. അങ്ങ് കാണുന്നുണ്ട് ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ഞാനത് നല്ല സെറ്റപ്പായിട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ക്യാമറമാൻ ചതിച്ചു. അത്രേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഇതേ ബോർഡൊക്കെ കണ്ടോ, ബോർഡല്ല ബോർഡ് പിന്നെ അടുത്ത വെള്ളച്ചാട്ടം വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് നിറയെ മുന്തിരിങ്ങയായിരുന്നു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. പിന്നെ കയറി കേട്ടോ, മുന്തിരിങ്ങയൊക്കെ കിട്ടിയില്ലെന്ന് പറയണ്ട. അത് ആ ഫാമിന് ഇല്ലായിരുന്നു, അല്ലാതുള്ളിടത്തു നിന്നാണ് കിട്ടി. പിന്നെ അതേ പോത്തോ കാളയോ പശു ഏതാണ്ട് സാധനം പോകുന്നുണ്ട്. അതിനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദാണ്ട മുഴുവനും വണ്ടി. അത് വണ്ടിയുടെ പരസ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വണ്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ അതേണ്ട ആ മൃഗങ്ങളും പോയി, കിട്ടിയില്ല. പിന്നെ അതേ സൂര്യൻ കാണാത്തൊരു കണ്ടു. പിന്നെ കണ്ടില്ലെന്ന് പറയരുത്, നമ്മുടെ ഇവിടെ ഒന്നും സൂര്യൻ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഫുള്ള് വാഴയാന്നേ. അല്ല അങ്ങനെയല്ല, അവിടെ നിറയെ വാഴകൾ കൃഷിയാണെന്നാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമാണ്. നല്ല നല്ല വൈബ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അവിടെ നിന്ന് ചായ കുടിക്കണം. പൊളി സ്ഥലം, നല്ല രസം. പിന്നെ നമ്മുടെ കൂടെ വന്ന ഗഡീസൊക്കെയാണ് പോകുന്നത്. അവിടെ എല്ലാവരും ഭയങ്കര ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഷൂട്ടിങ്ങും കാര്യം. അതൊക്കെ ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്തില്ല, ഫുൾ റീൽസായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള നല്ലതുണ്ടായിരുന്നു, അതുമില്ല. അപ്പോൾ അതാണ്ട് നാണം വന്ന് നടന്നു വരുന്നുണ്ട്. അതാണ് ഞാൻ. പിന്നെ കുറേ റീൽസൊക്കെ എടുത്ത് വെറുപ്പിച്ച്. പിന്നെ എവിടം വരെ പോയല്ലേ, മുന്തിരിങ്ങ ഒന്നും കണ്ടില്ലെന്ന് പറയില്ല. വേണ്ടേ നമ്മൾ എടുത്ത് കേട്ടോ, കിട്ടി, കുറച്ചൊക്കെ കിട്ടി. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക.